എല്ലാവർക്കും ക്രിസ്തുയേശുവിനോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ഈ സമയത്ത് വളർന്ന് ഇതുവരെ എത്തിയ ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഈ ദിവസം അവസരം തന്ന ഈ സഭയിലെ ബഹുമാനപ്പെട്ട അച്ഛനുള്ള നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതിലുപരി ഈ ദിവസം ഈ ആലയത്തിൽ നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് അനുവാദം തന്നതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം മത്തായി 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. തലകളെല്ലാം പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തമനോഹരമായ ഒരു ശബ്ദത്തിനൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനും പലയിടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഈ ആലയത്തെ അയപ്പാർന്ന കൃപയ്ക്കായി നന്ദി കരയുന്നു. കർത്താവേ, പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കർത്താവേ അതിനെ അതിജീവിച്ച് ഈ ആലയത്തിലായിരിക്കുന്നവർക്കായി നന്ദി കരയുന്നു. ഇന്നാലത്ത് വരുവാൻ കഴിയാതെയും ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, രോഗാവസ്ഥയിലും പ്രയാസങ്ങളിലും അവിടെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം നൽകണമേ. ഇന്ന് ആലയത്തിൽ വന്നവർ കർത്താവേ വേദനയിലായി വന്നവരുണ്ട്, കർത്താവേ രോഗത്തിൻ്റെ പ്രയാസത്താൽ വന്നവരുണ്ട്, സമാധാനമില്ലാതെ വന്നവരുണ്ട്. ഈ ആരാധനയ്ക്ക് മടങ്ങിപ്പോകുമ്പോൾ സൗഖ്യവും സമാധാനവും സന്തോഷവും അനുഭവിച്ച് മടങ്ങിപ്പോകാൻ സഹായിക്കണം. ഇന്നത്തെ ആരാധന ശേഷമാകുന്ന ലേലത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് കർത്താവ് ഒരു വീഴ്ചയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്ന മിറ്റിൽ സാറിനെ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവെ ഈ ആലയത്തിൻ്റെ ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൻ്റെ ആമേൻ. ഈ അടുത്ത കാലത്ത് തെലുങ്കാന ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് വന്ന മുഖ്യമന്ത്രി, പുതുതായി തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുവാൻ ഇടയായി. ആ സമയത്ത് അവിടെ ഒരു കുഞ്ഞിനെയുമായി ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആ ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കുവാൻ നിർവാഹമില്ലാതെ പലരെയും അന്വേഷിച്ചു, ആരും കൊടുത്തില്ല. എല്ലാവരും നിസ്സഹായാവസ്ഥ പറഞ്ഞപ്പോൾ ആ മുഖ്യമന്ത്രിയെടുത്ത് അണ്ണ എന്ന് വിളിച്ച് ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ല് അടയ്ക്കുവാൻ നിർവാഹമില്ല, അടക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മുഖ്യമന്ത്രി അതിനുള്ള പ്രതിവിധി ചെയ്തു, ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് അവർക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു. ഇന്നത്തെ ചിന്ത രക്ഷയ്ക്കായുള്ള പ്രത്യാശ. ഇന്ന് ആഗമനകാലം 3-ാം ഞായർ. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു അനുഭവം പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും രക്ഷയ്ക്കായി നാം പല കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ അവസാനം നിരാശയുടെ അനുഭവമായി മാറുന്നു. ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഈ 3 ഭാഗങ്ങളും അതിനെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഭാഗങ്ങളായി കാണുവാൻ കഴിയും. രക്ഷ എന്നതിൻ്റെ ഗ്രീക്ക് പദം സോറ്റീരിയ എന്നാണ്. അതായത് രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപത്തിന്റെ ശക്തിയിൽ അധികാരത്തിൽ നിന്നും വിടുതലാണ്. അതായത് ഒരു വ്യക്തി പാപത്തിലേക്ക് വഴി പോന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ദൈവഭാവത്തിലേക്ക് വരിക എന്നതിൻ്റെ ഷോർട്ട് നെയിമാണ് സോറ്റീരിയ എന്ന ഗ്രീക്ക് നെയിം. ലൂക്കോസ് 2:31 നിന്റെ രക്ഷയെ എൻ്റെ കണ്ടുവല്ലോ എന്ന് പറയുന്നു. കൂടാതെ 1 തെസ്സലോനിക്കർ 5:23 അവിടെ സമ്പൂർണ്ണ രക്ഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് സമൂഹത്തിൽ രക്ഷപ്പെടാൻ ചില അവസരങ്ങളുണ്ടാകും, എന്നാൽ അത് ശാശ്വതമായ ഒരു രക്ഷയായിരിക്കാം എന്ന് പല അനുഭവങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു. റോമർ 11:11 ശരീരത്തിന്റെ രക്ഷ അല്ലെങ്കിൽ ത്യാഗീകരണത്തെ കുറിച്ച് വളരെയധികം വ്യക്തമായി പറയുന്നു. പാപത്തിന്റെ ഗ്രീക്ക് വേർഡ് ഹമാറ്റിയ, അതായത് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുമുണ്ട്, അതുപോലെ രക്ഷയുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ തെറ്റിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സോറ്റീരിയ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹമാറ്റിയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ശാന്തമായി ചിന്തിക്കുക. എങ്ങനെയാണ് രക്ഷ ഉണ്ടാകുന്നത്? ലക്ഷ്യം തെറ്റി ജീവിക്കുന്നവർക്ക് രക്ഷ, സ്വയം അപരാധങ്ങൾ ചെയ്തിട്ട് ശിക്ഷയിൽ വീണുപോയവർക്ക് രക്ഷ. അതായത്
പ്രായശ്ചിത്തം ഏറ്റു പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് രക്ഷിക്കുന്ന ദൈവം. സെഫന്യാവ് 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 25 വാക്യങ്ങളിൽ സെഫന്യാവ് 3-ാം അധ്യായത്തിൽ സെഫന്യാവ് എന്നൊരു പ്രവാചകനെ അവിടെ വ്യക്തമായി പറയുന്നു. ഇത് നടക്കുന്നത് യോസിയാവ് രാജാവിന്റെ കാലഘട്ടമാണ്. BC 640-609 കാലഘട്ടത്തിൽ യഹൂദ രാജ്യം വിഗ്രഹാരാധനയുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞ ഒരു സമയം. കാരണം ദൈവസന്നിധിയിൽ ആയിരുന്ന അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ പെട്ടെന്ന് മോഹങ്ങളിൽ അകപ്പെട്ട് വിഗ്രഹാരാധനയും സ്വയലാഭത്തിനും അല്ലാതെ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാറുമ്പോൾ ദൈവം അവരുടെ മേൽ കോപം വർഷിക്കുകയാണ്. അത് സെഫന്യാവ് പ്രവാചകനിലൂടെ അവർ ചെയ്യുകയാണ് ഇവിടെ കാണുന്നത്. കാരണം പണ്ടുകാലങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയത്ത് BC കാലഘട്ടങ്ങളിൽ ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന രാജാവാണെങ്കിൽ അവിടെ ഒരു അപകടമോ ഒരു ക്ഷാമമോ ഒരു യുദ്ധമോ മുൻകൂട്ടി അറിയുന്നത് ദൈവം പ്രവാചകനിലൂടെ അറിയിച്ചപ്പോഴാണ്. പ്രവാചകനാണ് അത് രാജസന്നിധിയിൽ അറിയിച്ചിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് എങ്ങനെ മാറ്റാം എന്നുള്ള ആലോചനകൾ നടക്കുന്നു. ഇവിടെ ജനം വഷളരായി പോയ സമയത്ത് എന്ത് ചെയ്തു? ഈ സെഫന്യാവ് പ്രവാചകനിലൂടെ പറയുകയാണ്, നിങ്ങളെ നശിപ്പിക്കുവാൻ പോകുന്നു. അത് ആരോടാണ്? ഒരു ബർബര സമൂഹമായ സിറിയൻ വിഭാഗം ജനം, ആ ഒരു കൂട്ടരാണ് ഈ യഹൂദയെ ആക്രമിക്കുവാൻ വരുന്നതെന്ന് പ്രവാചകൻ അറിയിച്ചത്. അപ്പോൾ ഇവർ വളരെയധികം ഭയചകിതരായി. കാരണം പ്രവചനം ദൈവം സെഫന്യാവിലൂടെ നൽകിയെങ്കിൽ അതിന് മാറ്റമില്ല, അത് കൃത്യമായി സംഭവിക്കും. അപ്പോൾ അവരുടെ ചിന്തകളെല്ലാം ഇതായി, എപ്രകാരം ഇതിൽ രക്ഷപ്പെടാം എന്ന് വളരെയധികം വേദനയിലായിരുന്ന സമയത്ത് അവിടെ പറയുകയാണ്. സെഫന്യാവ് 3-ാം അധ്യായം 14-ാം വാക്യം, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കാം, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കുക, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി. അതായത് ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന വിഭാഗങ്ങളെല്ലാം മാറ്റി ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താമെന്ന് വീണ്ടും പ്രവാചകനിലൂടെ അറിയിച്ചു. അതായത് ദൈവത്തിന് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ താല്പര്യമില്ല. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് പറയും. അപ്പോൾ രക്ഷ യഥാർത്ഥമായി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. രണ്ടാമത് വീണ്ടും അവിടെ പറയുന്നു, എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം നീക്കുപോക്ക് നൽകുമെന്ന്. അതിനാൽ എല്ലാ ആശങ്കകളും മാറ്റി ആനന്ദിക്കുകയാണ് വേണ്ടതെന്നും പ്രവാചകൻ ഉറപ്പ് നൽകുന്നു. ഇന്ന് നമുക്ക് സമൂഹം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരിടത്തും രക്ഷയില്ല, സമാധാനമില്ലാത്ത ഒരവസ്ഥ. പലയിടത്തും യുദ്ധങ്ങൾ, രാജ്യത്തിനകത്തിന്റെ കലാപങ്ങൾ, ഒരു സമ്പന്ന വിഭാഗം അതിവേഗം വളർന്നു വരുമ്പോൾ ദരിദ്രർ കൂടുതലെതിരായി പോകുന്നു. അവിടെയും നമുക്ക് രക്ഷയില്ല, അവിടെ ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നില്ല. എന്നാൽ ഇവിടെയും പറയുന്നത് ദൈവസന്നിധിയിൽ നാം ചെല്ലുക എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് രക്ഷയുടെ പൂർണ്ണത. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ വാഗ്ദത്തം എപ്പോൾ നിറവേറും എന്നതിന്റെ സമയക്രമം വിലയിരുത്താൻ മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല. അതിന് ദൈവസന്നിധിയിൽ ക്ഷമയുള്ള കാത്തിരിപ്പ് ആവശ്യമാണ്. ഒരു മനുഷ്യനും എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക, ദൈവം നന്മ ചെയ്യുക എന്ന് ഒരിക്കലും പറയുവാൻ കഴിയില്ല. അത് ദൈവം അങ്ങനെ ആർക്കും നൽകിയിട്ടില്ല. എന്നാൽ ക്ഷമയോടെ നാം ദൈവത്തിന് കാത്തിരിക്കുക. പലപ്പോഴും നാം കുറച്ച് കാത്തിട്ട് നാം പിന്നോക്ക അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നതായി കാണുന്നത്. ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിന്റെ വരവിനെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു വിഭാഗത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ക്രിസ്ത്യാനികൾ പീഡനം ഏൽക്കേണ്ടി വന്ന കാലഘട്ടത്തിൽ ആണ് ഈ രചന പത്രോസ് രചിച്ചത്. യേശുവിനെ അനുസരിക്കുന്നവർ പീഡനങ്ങൾക്ക് ഇരയായപ്പോൾ അവർക്ക് പ്രതീക്ഷയുള്ള ദൈവത്തെ കാണുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? പരസ്പരം സംസാരിച്ചു തുടങ്ങി. അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുമോ എന്നുള്ള ആ ഒരു ചിന്തയിൽ അവരുടെ വിശ്വാസം തെല്ലെ കുറഞ്ഞു വന്ന സമയത്താണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. കർത്താവിന്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നുവെന്ന് അവർ പരസ്പരം ചോദിച്ചു. അതിന് ഒന്നാമത്തെ കാരണം ദൈവം മനുഷ്യനിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് സമയത്തെ വിലയിരുത്തുന്നത്.
മനുഷ്യൻ സമയം കൊണ്ട് ദിവസത്തെ അളക്കുമ്പോൾ ദൈവം നിത്യതയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. നിങ്ങൾ പറയാം, മനുഷ്യൻ സമയം കൊണ്ട് ദിവസത്തെ അളക്കുമ്പോൾ ദൈവം നിത്യതയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. 2 പത്രോസ് 3:8 അവിടെ വീണ്ടും പറയുന്നു, അനേകർ അനുദപിച്ച് കർത്തൃസന്നിധി മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കാത്തത് വീണ്ടും അനുദപിച്ച് കുറച്ച് ആൾക്കാർ കൂടെ ദൈവത്തിന് വരുവാനുണ്ട്. അതുകൊണ്ട് 2 ദിവസം കൂടെ കഴിയട്ടെ, പ്രവർത്തിക്കാം എന്നുള്ള ആ ഒരു സ്ഥിതി. അപ്പോൾ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ രക്ഷ എപ്രകാരമായിരിക്കണം? അനുതാപത്തോടെ ദൈവത്തിലായിരിക്കണം. എന്നാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുള്ളൂ. അത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിയാം, ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ കഴിയും. കാത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഘടകമാണ്. 3-ാമത്തെ പോയിന്റ്, യേശു ക്രിസ്തു തരുന്ന രക്ഷയുടെ പ്രത്യാശ. മത്തായി 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വാക്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതിൽ ധൈര്യം ആവശ്യമാണ്. ഭയത്തിൽ ജീവിക്കുന്ന ആർക്കും ദൈവപുത്രനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. ഭയത്തിൽ ജീവിക്കുന്ന ആർക്കും ദൈവപുത്രനെ സ്വീകരിക്കുവാൻ കഴിയുന്നതല്ല. ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ധൈര്യം നഷ്ടപ്പെട്ടേക്കാം. അവിടെ ദൈവത്തിന്റെ ഇടപെടൽ നമ്മെ ധൈര്യസമേതമാക്കും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ യോസേഫ് കടന്നു പോകുന്നത്. കാരണം യഹൂദ നിയമപ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ഇന്നത്തെ ഭാഷ പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ 1 വർഷം അവരവരുടെ ഭവനങ്ങളിൽ താമസിക്കണം. ഈ സമയത്ത് അവർ വല്ല തെറ്റ് ചെയ്യുകയോ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആവർത്തന പുസ്തകത്തിൽ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ സമയത്താണ് മറിയ ഗർഭം ധരിക്കുന്നത്. അപ്പോൾ ഈ യോസേഫ് നീതിമാനായ ഒരു മനുഷ്യനായതുകൊണ്ട് യോസേഫ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായി. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. അപ്പോൾ രഹസ്യമായി ഈ മറിയെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനാവുകയും അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ജോസഫ് സ്വീകരിക്കുകയും എന്ത് ചെയ്ത് എന്നിട്ട് ദൂതൻ പറയുകയാണ്, അവന് ഇമ്മാനുവേൽ അല്ലെങ്കിൽ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സംശയം അതോടെ നീങ്ങുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ യോസേഫിന്റെ അനുഭവമാണ് ഉണ്ടാകുന്നത്. നിരവധി സാഹചര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അംഗീകരിക്കാതെ പലരെയും സംശയിച്ച് ആശങ്കയോടെ നിൽക്കുന്നവർ ഏറെയാണ്. എന്നാൽ അവയെ അകറ്റി ധൈര്യത്തോടെ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഞാനിവിടെ 3 പോയിന്റുകൾ പറഞ്ഞു. 1, രക്ഷിക്കുന്ന ദൈവം. സെമിനാർ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ കോപം ജനങ്ങളെ അറിയിച്ചപ്പോൾ ദൈവം അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? ദൈവസന്നിധി അനുഗമിച്ചു. അതിന്റെ ഫലമായി ദൈവം അവരെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചു. 2-ാമത്തെ പോയിന്റ്, രക്ഷയുടെ പൂർണ്ണത. 2 പത്രോസ് 3:8-13. അതായത് പീഡന കാലഘട്ടം, നീരോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആ ക്രിസ്ത്യാനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച സമയത്ത് അവരെ സഹായിക്കാൻ ആരുമില്ലാതായപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സന്ദർഭത്തിൽ പത്രോസ് ഈ ലേഖനം എഴുതി അവരെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിടുതൽ നൽകും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നത് ഒരുപാട് നാളുകൾ അടിമത്തത്തിലായിരുന്നു. അവിടെ അവരെ വിടുവിക്കുവാൻ ഒരുപാട് സമയമെടുത്തു. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പോയ അല്ലെങ്കിൽ തെറ്റിയ ഇനി എന്തിനു ജീവിക്കുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ധൈര്യപ്പെടുക, ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം അതിനുള്ള വിടുതൽ നമുക്ക് നൽകും. 3-ാമത്തെ പോയിന്റ്, യേശു ക്രിസ്തു തരുന്ന രക്ഷയുടെ പ്രത്യാശ. ക്രിസ്തുവിന്റെ ജനനം, അതിൽ ജോസഫ് അനുഭവിച്ച വേദനയും അതിനിടയിൽ ദൂതൻ ജോസഫിനെ ശക്തീകരിക്കുന്ന ഒരു അനുഭവം അവിടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ അവസരങ്ങളിൽ ദൈവസന്നിധി നാം ശരണപ്പെടുമ്പോൾ ദൈവം നിശ്ചയമായി രക്ഷയുടെ പ്രതീക്ഷ ഞങ്ങൾക്ക് തരും. ഈ ആഗമന കാലഘട്ടത്തിൽ നാം ദൈവത്തിലായിരുന്നു. ഒരാഴ്ചയോടെ കഴിയുമ്പോൾ നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനം എപ്രകാരമാണ് നാം ആഘോഷിക്കുന്നത്? അത് ബാഹ്യമായ ഒരു ചടങ്ങിലാണോ, അല്ലെങ്കിൽ ആന്തരികമായി ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ച
ജനിച്ചതാണ് എന്നുള്ള ആ വിശ്വാസത്തിലും ആ ഭയഭക്തിയിലുമാണോ, അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്രിസ്മസ് വരുമ്പോൾ ആഘോഷിക്കാം എന്നുള്ള ചിന്തയിലാണോ ആയിരിക്കുന്നതെന്ന് നാം സാവധാനം ചിന്തിക്കുക. നാം ഇന്ന് മനോഹരമായ ആ ലൈറ്റുകൾ എല്ലാം ഇടുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് എപ്രകാരം രൂപാന്തരപ്പെടുന്നു അല്ലെങ്കിൽ അതിനായി ഒരുങ്ങുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ക്രിസ്മസിൽ അത്ര ഒരു ചിന്ത ഉണ്ടാകുവാനും ക്രമീകരിക്കുവാനും ദൈവത്തിൽ കൂടുതൽ അടുക്കുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, രക്ഷയുടെ പ്രതീക്ഷ എന്ന ഈ ചിന്തയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള അവസ്ഥയിലായിരുന്ന സമയം കൊണ്ട് കർത്താവേ, ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങൾ കാത്തിരിക്കാം. ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം ഉണ്ടാകണമേ. അതിനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തരും നൽകണം. വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ആ രക്ഷയുടെ അനുഭവം പ്രാപ്തിമാകാൻ സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ